സദൃശ്യവാക്യം 25:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാനല്ല കേട്ടോ, നമ്മെ എതിർക്കുന്നവരെ, നമ്മളെ പരിഹസിക്കുന്നവരെ, ഉപദ്രവിക്കുന്നവരെ, ശത്രുക്കളെ പോലെ നമ്മളോട് പെരുമാറുന്നവരെ, അങ്ങനെ ഉള്ളവരെ പോലും കരുതുവാനും സ്നേഹിക്കുവാനും കരങ്ങൾ കൊടുക്കുവാനുമാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രദർശനശാലയായി നമ്മുടെ ജീവിതം മാറണം. മറ്റുള്ളവർ പറയണം, ഇങ്ങനെ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത്? ഇവരെ വേദനിപ്പിച്ചിട്ടും തിരിച്ചൊന്നും പറയാതെ വീണ്ടും സ്നേഹിക്കുകയും കരുതുകയും സഹായിക്കുകയും ചെയ്യാൻ എങ്ങനെ കഴിയുന്നു എന്ന് മറ്റുള്ളവർ ആശ്ചര്യത്തോടെ നമ്മെക്കുറിച്ച് ഓർക്കണം. ആ നിലകളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നമ്മെ ഈ ലോകം യേശുവിൻ്റെ അനുയായികൾ ശിഷ്യന്മാരെന്നറിയപ്പെടേണ്ടത് നമ്മുടെ പുറമേയുള്ള വേഷവിധാനങ്ങൾ കൊണ്ടോ നമ്മുടെ പുറമേയുള്ള ഭാവപ്രകടനങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് നമ്മിൽ നിന്ന് ഒഴുകുന്ന ദൈവസ്നേഹത്തിൻ്റെ ആ നദി മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞാൽ അതിലൂടെ അവർ പറയണം, ഇവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, ഇവർ വ്യത്യസ്തരാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും കരുതാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ദൈവത്തിൻ്റെ ആ സ്നേഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു.